കൊതുകിന്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലെ? കൊതുക്, തേനീച്ച മുതലായവയൊക്കെ പാട്ട്. ശരിക്കും അവയുടെ വായിൽ നിന്നാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. പിന്നെ എവിടെ നിന്നാണ്? കൊതുക്, തേനീച്ച മുതലായവയൊക്കെ എങ്ങനെയാണ്? അവയുടെ ചിറകുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മൂളൽ സൗണ്ട് കേൾക്കുന്നത്. ഇപ്പൊ കൊതുകിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. തേനീച്ചയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 300 ഹെർട്സ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ചിറകുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മൂളൽ സൗണ്ട് അനുഭവവേദ്യമാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചീവീടുകളുടെ കാര്യം അല്ലെ? ചീവീടുകൾ അറിയാലോ. ചീവീടുകളുടെ സൗണ്ട് എങ്ങനെയാണ്? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. അതിന് കാരണം എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ് ചീവീടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നത്. അവയുടെയും വായിൽ നിന്നല്ല സൗണ്ട് വരുന്നത്. അവയ്ക്കും എങ്ങനെയാണ്? ചിറകുകളിൽ പ്രത്യേകതരത്തിലുള്ള അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾ തമ്മിൽ ഉരസുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. അത് ഏകദേശം ഹൈ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 20,000 ഹെർട്സ് മുതൽ ഒരു 80,000 ഹെർട്സ് ആ റേഞ്ചിലുള്ള സൗണ്ട് ആണ് ചീവീടുകൾ ഈ ചിറകുകളിലെ അവയവങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ചിറകുകളിൽ പ്രത്യേകതയുള്ള അവയവങ്ങളുണ്ട്, അത് തമ്മിൽ ഉരസുമ്പോഴാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ കുറിച്ച്. അതിന് പേര് വരാൻ ഒരു കാരണം പറയപ്പെടുന്നുണ്ട്. അതായത് അവിടെ ചീവീടുകളില്ല. ചീവീടുകളുടെ അഭാവം മൂലമാണ് അവിടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പേര് വരാൻ കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗണ്ടുകളും കേൾക്കാൻ സാധിക്കുമോ? ചില സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ വാട്ട്സ് എ ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ബീയിങ്? അറിയാവുന്നവര് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.